എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിന്റെ വടക്കൻ ജില്ലകളായ കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ 4 ജില്ലകളെ കേന്ദ്രഭരണ പ്രദേശം ആക്കിയേക്കും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത് എന്ന് ഞാൻ വിശദമായി പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസമാണ് ഒരു വാർത്ത പുറത്തു വന്നത്. കേന്ദ്ര സർക്കാർ വലിയൊരു നീക്കം നടത്തുകയാണ്. ബംഗാൾ വിഭജിച്ചിട്ട് 2 സംസ്ഥാനമാക്കാൻ പോകുന്നത്. 2 സംസ്ഥാനവും കേന്ദ്രഭരണ പ്രദേശമായിരിക്കും. അതായത് ജമ്മു കാശ്മീർ നമ്മൾ കണ്ടില്ലേ, ജമ്മു കാശ്മീരും ലഡാക്കും എന്ന് പറയുന്ന 2 യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റി. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്, പക്ഷെ അതിന് ഇപ്പോൾ ഒരു പൂർണ്ണ സ്റ്റേറ്റിന്റെ ഒരു സ്റ്റേച്ചർ കിട്ടിയിട്ടില്ല. അപ്പോൾ അത്തരത്തിലൊരു നീക്കം ഇപ്പോൾ കേരളത്തിലും നടത്താൻ പദ്ധതിയുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കേരളത്തിൽ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്? അതിന് പിന്നിൽ എന്താ പറയുക, പൊളിറ്റിക്കലായ ചെറിയ വശങ്ങൾ ചില ആൾക്കാർക്ക് വേണമെങ്കിൽ കണ്ടെത്താം. പക്ഷേ ഇത് ശരിക്കും രാജ്യ സുരക്ഷ മുൻനിർത്തി, അതായത് ഇത് ഡിഫൻസ് സെക്ടറിലേക്കുള്ള ഒരു വലിയൊരു ഡിഫൻസ് സെക്ടറിൽ നടത്താൻ പോകുന്ന വലിയൊരു മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ 4 ജില്ലകളെ കേന്ദ്രഭരണ പ്രദേശം ആക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതായത് ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഏഴുമല എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു നേവൽ അക്കാദമി ഉണ്ട്. അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു നേവൽ അക്കാദമിയാണത്. അത് അവിടുത്തെ വലിയ രീതിയിലുള്ള പരിശീലനങ്ങളൊക്കെ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു സ്ഥലമാണ് ഏഴുമല നാവിക അക്കാദമി. അപ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ ഇതുവരെ കേന്ദ്ര സർക്കാർ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ മാറി വരുന്ന ജിയോ പൊളിറ്റിക്കലായിട്ട് പല മാറ്റങ്ങളും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തിന് നമ്മൾ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ തന്നെ നമ്മളെ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുമ്പോൾ പാകിസ്ഥാൻ അയച്ച ഒരു മിസൈലും ഒരു വെപ്പണും ഇന്ത്യൻ മണ്ണിൽ ടച്ച് ചെയ്തില്ല. അപ്പോൾ തന്നെ മനസ്സിലായി ഇന്ത്യയുടെ കപ്പാസിറ്റി എന്താണെന്ന്, അത് പ്രതിരോധ മേഖലയുടെ ഇന്ത്യയുടെ കപ്പാസിറ്റി എന്താണെന്ന് ലോക രാജ്യങ്ങൾ മനസ്സിലാക്കിയിട്ട്. അപ്പോൾ എന്ത് തന്നെയാലും അപ്പോൾ കേരളം കേന്ദ്രീകരിച്ച്, അതായത് ഏഴുമല നേവൽ അക്കാദമിയെ യൂട്ടിലൈസ് ചെയ്യാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. അപ്പോൾ കോഴിക്കോട് ഈ കോസ്റ്റൽ ബെൽറ്റിൽ വലിയൊരു ഡിഫൻസ് കോറിഡോർ, അതായത് ആർമി, നേവി, എയർഫോഴ്സ് എന്നിവ കേന്ദ്രീകരിച്ച് വലിയൊരു ഡിഫൻസ് കോറിഡോർ വരാൻ പോവുകയാണ്. അത് ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മംഗലാപുരം കൂടി ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമാക്കിയേക്കും എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അതായത് മംഗലാപുരത്ത് വലിയ പോർട്ടുകളുണ്ട്, എയർപോർട്ടുകളുണ്ട്, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി അവിടെ ഉണ്ട്. അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാൻ. അപ്പോൾ ഈ നേവൽ അക്കാദമി ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഉണ്ടല്ലോ കോഴിക്കോട് എന്നുള്ളത് നമുക്ക് കരിപ്പൂർ എയർപോർട്ട് ഉണ്ട്. ആ എയർപോർട്ട് ഈ പ്രൊജക്റ്റ് വരികയാണെങ്കിൽ ഇവരുടെ എല്ലാ ട്രാൻസ്പോർട്ട്, അതായത് എയർ ട്രാഫിക് പരിപാടികളൊക്കെ ചെയ്യുന്ന എയർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എയർപോർട്ട് ഉപയോഗിക്കാനാണ് പദ്ധതി. അപ്പോൾ ഇതൊക്കെ മുൻനിർത്തിയാണ്. അതായത് പിന്നെ അതിന് മാത്രം പൊളിറ്റിക്കൽ വെർട്ടിക്കൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പേ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് BJP എന്തുകൊണ്ട് കേരളത്തിലധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല? അതായത് BJP രാജ്യം മൊത്തം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും വെന്നിക്കൂടി പറിച്ചിട്ടും BJP എന്തുകൊണ്ട് കാര്യമായിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും ഒന്നും കേരളത്തെക്കുറിച്ച് അത്ര സീരിയസ് ആയി എടുക്കുന്നില്ല? അത് ശരിയാണ്, കേരളത്തിലെ സീരിയസ് ആയി എടുക്കുന്നില്ല. ഇപ്പോൾ ചില ആക്ഷേപങ്ങളുണ്ട്. അതായത് കേരളത്തെ കാണിച്ചാണ് ഇപ്പോൾ BJP മറ്റുള്ള സംസ്ഥാനങ്ങൾ വോട്ട് പിടിക്കുന്നതെന്ന്. മുമ്പൊക്കെ ജമ്മു കാശ്മീരിനെ കാണിച്ചായിരുന്നു പിടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനാവശ്യമില്ല. ജമ്മു കാശ്മീർ ശാന്തമായി. കേരളത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. ചെറിയ പ്രശ്നങ്ങളല്ല, വലിയ രീതിയിലെ പ്രശ്നങ്ങളുണ്ട്. ലോകത്തിൽ എവിടെ എന്തെങ്കിലും ഒരു തീവ്രവാദി പ്രശ്നം, അറ്റാക്കോ അങ്ങനെ തീവ്രവാദി ആക്ടിവിറ്റീസും നടന്നു കഴിഞ്ഞാൽ അതിലൊരു മലയാളിയുടെ പങ്ക് ഉണ്ടാകുമെന്ന് സുവ്യക്തമാണ്. പലതരത്തിൽ ഒരുപാട് ഇൻസ്റ്റൻസ് നമ്മൾ നമ്മൾ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതായത് മലയാളികൾ ലോകത്ത് എവിടെ ബോംബ് സ്ഫോടനം നടന്നപ്പോൾ അതിലൊരു മലയാളിയുടെ പങ്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് ISISലേക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയത് ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നാണ്. അപ്പോൾ ഈ ജില്ലകളിൽ, അതായത് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിലൊക്കെ വർദ്ധിച്ചു വരുന്ന തീവ്രവാദ സംഘടനകളെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം. അപ്പോൾ ഭാവിയിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സുരക്ഷാ പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ ബംഗാളൊക്കെ കാണുന്നില്ലേ, ഈ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്നിട്ട്, അതായത് മമതാ ബാനർജി തന്നെ അവിടുത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് ബംഗ്ലാദേശിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് അവർക്ക് എല്ലാ സെറ്റപ്പുകളും ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ റേഷൻ കാർഡ് കൊടുക്കുന്നു, പാൻ കാർഡ് കൊടുക്കുന്നു, പാസ്പോർട്ട് അടക്കം അടിച്ചു കൊടുക്കുന്നു. അതായത് ഇന്ത്യൻ പൗരൻ ആണ് എന്ന രീതിയിലുള്ള എല്ലാ രേഖകളും അവർക്ക് നൽകുന്നു. അപ്പോൾ അവരുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവിടുത്തെ ഡെമോഗ്രാഫി തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മമതാ ബാനർജി അടക്കം. അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ബംഗാളിൻ്റെ അവസ്ഥ എന്താണ്? പല ജില്ലകളും ഈ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വരുന്ന ആൾക്കാർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബംഗാൾ വിഭജിക്കാൻ പോകുന്നത്. ആ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം, ആ പോർഷൻ സംരക്ഷിച്ചില്ലെങ്കിൽ ഇൻ കേസ് പാകിസ്ഥാനും ബംഗ്ലാദേശൊക്കെ ചേർന്നിട്ട് അത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്കില്ല, അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ആക്സസ് ഇല്ലാതാവും. അപ്പോൾ ആ ഒരു ഭാഗം അങ്ങനെ ഒരു പ്ലാൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മുൻനിർത്തിയിട്ടാണ് അത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബംഗാൾ 2ആയി വിഭജിക്കുന്നത്. അപ്പോൾ അവിടെയും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പ്രശ്നം തന്നെയാണ് നേരിടുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെയും കേരളത്തിലും അത്തരത്തിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
വലിയ രീതിയിൽ അവിടെ ബംഗാളിലുള്ളത്ര വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ല. അതെന്ന് വെച്ചാൽ ബംഗാൾ എന്ന് വെച്ചാൽ അവിടെ ബംഗ്ലാദേശായിട്ടേക്ക് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ കേരളത്തിന് ആ പ്രശ്നമില്ല. പക്ഷേ കേരളത്തിൽ പ്യൂറായിട്ട് ഒരു ഡിഫൻസിലെ വരുന്ന ഡിഫൻസ് സെക്ടറിലെ വലിയൊരു കുതിച്ചുചാട്ടത്തിന് വേണ്ടിയിട്ട് വലിയൊരു സംരംഭം, വലിയൊരു പ്രൊജക്റ്റ് എന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ സൈഡ് ലൈൻ ചെയ്യാനുള്ള, അതായത് അവരെ ഒതുക്കാനുള്ള ഒരു സ്ട്രാറ്റജിയും, ചിലപ്പോൾ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ചിലപ്പോൾ കേന്ദ്ര സർക്കാർ നേതൃത്വം നൽകുന്ന BJPക്ക് ഉണ്ടാകാം. അപ്പോൾ എന്ത് തന്നെയായാലും വലിയ രീതിയിലുള്ളൊരു മാറ്റം തന്നെയായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വാർത്ത, ബംഗാൾ വിഭജനത്തിൻ്റെ വാർത്ത പുറത്ത് വന്ന ഉടനെ തന്നെ പല ആൾക്കാരും സോഷ്യൽ മീഡിയയിലൂടെ വലിയ ക്യാമ്പയിൻ നടത്തി. അതായത് ഇത് ശരിക്കും ഇത് പണ്ടേ കൊണ്ടുവരേണ്ടതായിരുന്നു, പക്ഷേ ഒരുപാട് വൈകിപ്പോയി. എന്ത് തന്നെയാലും കൊണ്ടുവന്ന് ഇപ്പോഴെങ്കിലും കൊണ്ടുവരാൻ കാണിച്ച ഇതിന് നല്ല നമസ്കാരം എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം വന്ന വാർത്തയിൽ കുറേ ആൾക്കാർ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഭവം, ഈ വിഭജനം കേരളത്തിലും കൊണ്ടുവരണം, കേരളത്തിൻ്റെ ഡെമോഗ്രാഫി ഇപ്പം ചില ആൾക്കാർ, ഒരു വിഭാഗം ആൾക്കാർ ഹൈജാക്ക് ചെയ്യുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തിയില്ലെങ്കിൽ ഭാവിയിൽ അത് ഗുരുതരമായ ദോഷങ്ങളുണ്ടാക്കും. ഈ കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിലൊരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞവർ വർദ്ധിച്ചു വരുന്ന ഈ തീവ്രവാദി ആക്ടിവിസം ഉണ്ടല്ലോ, അത് ഇന്ത്യയിൽ വലിയ രീതിയിലെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകില്ല. എവിടെയെങ്കിലും ഇന്ത്യയിൽ തന്നെ വലിയ രീതിയിലുള്ള തീവ്രവാദ സ്വഭാവങ്ങൾ ഉള്ള പ്രക്ഷോഭങ്ങൾ, ഈ CAA NRC പോലുള്ള സമരങ്ങളൊക്കെ ഫുൾ ഡിസൈൻ ചെയ്യുന്നത്, അത് സ്കെച്ച് ചെയ്യുന്ന ഡിസൈൻ ചെയ്യുന്നത്, അതിന് ഫണ്ടുകളൊക്കെ വരുന്നതും പോകുന്നതൊക്കെ അതിൻ്റെ എല്ലാ ഡീലിങ്സും നടക്കുന്നത് കേരളത്തിൽ നിന്നാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇത് പ്രകാരം ശരിക്കും തീവ്രവാദികൾ ഒരു ഹെഡ് ഓഫീസ് മാതിരിയാണ് കേരളം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വലിയ ബോംബ് സ്ഫോടനം കാര്യങ്ങളൊന്നും നടത്താതെ. അവർ ഒരിക്കലും ഹെഡ് ഓഫീസിൽ കയറി ആരും ബോംബിടില്ലല്ലോ. അപ്പോൾ എന്ത് കഴിഞ്ഞാലും ഈ ഡിഫൻസ് പ്രൊജക്റ്റ്, ഈ ഡിഫൻസ് കോറിഡോർ പ്രൊജക്റ്റ് എത്രയും പെട്ടെന്ന് വരട്ടെ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു മുന്നേറ്റം തന്നെയായിരിക്കും. അതായത് കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതീവ ഒരു സുരക്ഷാ മേഖലയാണ്, ഡേഞ്ചർ സോൺ തന്നെയാണ്. അതായത് നമുക്കിപ്പോൾ കടലിൽ നിന്ന് വരുന്ന അറ്റാക്ക് നേരിടാൻ കേരളത്തിൽ നിന്ന് വലിയൊരു സെറ്റപ്പുകൾ, കാര്യങ്ങൾ, അങ്ങനത്തെ സെറ്റപ്പ് കേരളത്തിനില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിഫൻസ് കോറിഡോർ വരുന്നത് കൊണ്ട് കേരളം രക്ഷപ്പെടും. കേരളത്തിൽ നിന്ന് വേണ്ടി വരും തലമുറ ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതായത് കേരളം അഭിമുഖീകരിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ വർദ്ധിച്ചു വരുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ഇൻവോൾവ്മെൻറ്റും. അവർ പല കാര്യങ്ങളും ഇടപെട്ടിട്ട് നമ്മുടെ സാമൂഹിക അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ടൊന്നും അതിനൊന്നും ഭയപ്പെടേണ്ട ആവശ്യം ഇനി വരില്ല. ഈ പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ പരിധിയിലായിരിക്കും. അതായത് ആർമി, നേവി, എയർഫോഴ്സ് എന്നീ 3 ആൾക്കാരായിരിക്കും മൊത്തം നിയന്ത്രിക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വാർത്ത തന്നെയാണിത്. അപ്പോൾ ഇതിനായി കാത്തിരിക്കാം നമുക്ക്, പെട്ടെന്ന് ഈ പ്രൊജക്റ്റ് ഇതാവട്ടെ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിൻ്റെ പ്രാരംഭമായ ഘട്ടങ്ങൾ ആരംഭിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. നേരെ മറിച്ച് ബംഗാളിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ, ബംഗാളിൻ്റെ ആ വിഭജനം 2019 മുതൽ ആക്റ്റീവായിട്ട് കേന്ദ്ര സർക്കാർ അതിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ആ ന്യൂസ് പുറത്തു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യം അറിയില്ല. ഈ ഡിഫൻസ് കോറിഡോർ പ്രൊജക്റ്റിൻ്റെ കാര്യം കേന്ദ്ര സർക്കാർ ഏത് രീതിയിലാണ്, എപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, എപ്പോഴാണ് പ്ലാൻ ചെയ്തത്, അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും ഇപ്പോൾ പുറത്തു വരില്ല. വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.